യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഷ്ണുവാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, നിങ്ങളെല്ലാവരും സബ് ടു സബ് ചെയ്യുന്ന ആൾക്കാരാണോ? അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അടുത്ത ഒരാളുടെ വീഡിയോയിലേക്ക് കമന്റ് വഴി ചെല്ലുന്ന ആൾക്കാരാണോ? അല്ലെങ്കിൽ നിങ്ങൾ പല ഗ്രൂപ്പുകളിലും തമ്മിൽ സബ് ചെയ്യുന്ന ആൾക്കാരാണോ? ഇവർക്കൊക്കെയാണ് പണി കിട്ടാൻ പോകുന്നത്. പണി കിട്ടാൻ പോകുന്നതല്ല, പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ബുദ്ധിപരമായിട്ട് യൂട്യൂബിനെ പറ്റിക്കാൻ നോക്കിയാൽ യൂട്യൂബ് തിരിച്ച് അതിലും വലിയ ബുദ്ധിപരമായിട്ട് തിരിച്ചു പറ്റിക്കും എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിൽ വെച്ചേക്കുക. നിങ്ങൾ വീഡിയോസിന് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടും അല്ലെന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പല ഗ്രൂപ്പുകളിലും ഹാൻഡിൽ നെയിം അയച്ചു കൊടുക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചാനലിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് പലർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അവരെല്ലാവരും സബ് ചെയ്യും. നിങ്ങൾ അവരെയും ആത്മാർത്ഥമായിട്ട് തിരിച്ച് സബ് ചെയ്യും. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും സബ് കാണില്ല. ഇതാണ് സാധാരണ നടക്കുന്നത്. എന്റെ സബ് കുറയുന്നു, അങ്ങനെ ഗ്രൂപ്പുകളിലൊക്കെ പല ഗ്രൂപ്പുകളിലും അടിവരെ നടക്കാറുണ്ട്. ഞാനത് കാണാറുണ്ട്. അപ്പോൾ ഇതില് എന്റെ ഗ്രൂപ്പിൽ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. എനിക്ക് സബില്ല, എന്റെ സബ് കുറഞ്ഞു പോയി, ആരോ എന്നെ അൺസബ് ചെയ്തു, ഇങ്ങനെയൊക്കെ സാധാരണ സ്ഥിരം വരുന്ന പല്ലവിയാണ് എന്റെ സബ് കുറഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഐഡിയ ഉണ്ട്, അത് പറഞ്ഞുതരാം. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ സബ് ടു സബ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ചാനൽ റീച്ച് ആകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സബ് പോകാതിരിക്കാൻ, കിട്ടിയ സബ് ഇങ്ങനെ നിങ്ങൾ കൂട്ടുകാരുടെ അടുത്തെല്ലാം താണ് വീണ് കെഞ്ചി കിട്ടുന്ന സബ്ബാണ്, അതൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു ഐഡിയ ആണ് നിങ്ങളുടെ പറയാൻ പോകുന്നത്. എന്തൊക്കെ വന്നാലും ഈ എക്സ്റ്റേണൽ വ്യൂസിന് പകരം നമുക്ക് വേണ്ടത് ഹോം സ്ക്രീനിൽ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഹോം പേജിൽ വന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ രക്ഷപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള വ്യൂസ് കിട്ടണം, അല്ലെങ്കിൽ ഓർഗാനിക് സബ് കിട്ടണം, അല്ലെങ്കിൽ ഓർഗാനിക് വ്യൂസ് കിട്ടണം. നമ്മുടെ നമ്മുടെ യൂട്യൂബിന്റെ ആപ്ലിക്കേഷൻ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ആൾക്കാർ നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനലിലിട്ട വീഡിയോ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നതാണ് നമ്മുടെ ഓർഗാനിക്. അല്ലാതെ നമ്മൾ ഒരാൾക്ക് ലിങ്ക് ഷെയർ ഞാൻ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണുന്നത് എങ്ങനെ പറയുന്നത് ശരിക്കും ഒരിക്കലും ഓർഗാനിക് വ്യൂസ് അല്ല. നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്ന കൂട്ടുകാർ മുഴുവനായിട്ട് കാണാതെ അതൊന്ന് ജസ്റ്റ് തുറന്നു നോക്കി ഒരു 10 സെക്കൻഡ് 2 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ 10 സെക്കൻഡോ 20 സെക്കൻഡോ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് നെഗറ്റീവ് മാർക്കാണ് വരുന്നത്. അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യത്തില്ല. അപ്പോൾ അവൻ അയച്ചു തന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ, നമ്മൾ ഈ ലിങ്ക് ഷെയർ ചെയ്യുന്ന ആൾക്കാർ മുഴുവനായിട്ട് കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ വീഡിയോ റീച്ച് ഉണ്ടാവുള്ളൂ. എന്റെ വീഡിയോസ് ഒന്നും ഞാൻ അധികം ഒരിടം ഷെയർ ചെയ്യാറില്ല. ആദ്യത്തെ 24 മണിക്കൂർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയമാണ്. നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിലിട്ട് മറ്റുള്ളവർക്ക് ചാനലിൽ വന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചാനൽ റീച്ച് ഉണ്ടായി എടുക്കാം. ഇതിൽ എന്റെ ഈ ചാനലിൽ യൂട്യൂബ് മാസ്റ്റർ മലയാളം എന്ന് പറയുന്ന ഈ ചാനലിൽ ഇപ്പോൾ ഏകദേശം 120 സബ്സ്ക്രൈബറേ ഉള്ളൂ. ഇതെന്റെ ജെന്യുവൻ സബ്സ്ക്രൈബറാണ്. ഇത് ഞാൻ ആരെയും കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുന്നതല്ല. കാരണം എന്റെ മറ്റ് ചാനലുകളിലെല്ലാം വന്നിട്ടുള്ളത് ഓർഗാനിക് ആയിട്ടുള്ള സബ്സ്ക്രൈബർ അക്കൗണ്ടാണ് വന്നിട്ടുള്ളത്. ഇവരാരും തന്നെ എന്നെ ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാരല്ലെന്ന് എനിക്ക് 100% അറിയാം. അതുകൊണ്ട് ഇവരാരും എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ് എന്റെ പരിപൂർണ വിശ്വാസം. ഇവരാരും കണ്ടോണ്ടിരിക്കുന്ന ആരും അൺസബ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ലിങ്ക് ഷെയർ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു വന്നത് ലിങ്ക് ഷെയർ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചാണ്. ലിങ്ക് ഷെയറും അല്ലെങ്കിൽ ചാനൽ നിങ്ങൾ നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ സബ് ടു സബ് ചെയ്യുന്ന ആൾക്കാരെ ചെയ്യേണ്ട കാര്യം, ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു സെക്കൻഡ് മെയിൽ ഐ ഡി കൂടെ തുടങ്ങുക. ഈ സെക്കൻഡ് മെയിൽ ഐ ഡി നമുക്ക് മറ്റുള്ളവരുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടും അവരുടെ വീഡിയോസ് കണ്ട് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രമാണ് ഒരു സെക്കൻഡ് മെയിൽ ഐ ഡി തുടങ്ങാൻ പറയുന്നത്. അവരുടെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ ചാനൽ, ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു, ഇതൊരിക്കലും ഞാൻ നിങ്ങളെ ഇതിനു വേണ്ടിയിട്ട് എന്റർടൈൻ ചെയ്യത്തില്ല, എങ്കിലും നിങ്ങളുടെ പലരുടെ ഈ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് മെയിൽ ഐ ഡി തുടങ്ങിയതിനു ശേഷം നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് അല്ല, ചാനൽ നെയിം പറഞ്ഞു കൊടുത്താലും മതിയാവും, അല്ലെങ്കിൽ ചാനൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ഹാൻഡിൽ നെയിം കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് കാണാൻ വരുന്ന ആൾക്കാരെ നിങ്ങളുടെ ഫസ്റ്റ് മെയിൽ ഐ ഡിയിലാണ് കാണാൻ വരുന്നത്. ഫസ്റ്റ് മെയിൽ ഐ ഡിയിലായിരിക്കും നിങ്ങൾ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ മെയിൽ ഐ ഡിയിലായിരിക്കും കാണാൻ വരുന്നത്. അപ്പോൾ ഒരിക്കലും സബ് ടു സബ് എന്ന് പറയുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സബ് പോലും പോകില്ല. ഇത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട.